ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ചില ജനറൽ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ബ്രദർ നോബി മാത്യു. ആദ്യത്തെ ചോദ്യം: നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ എന്താക്കുന്നു? ഉത്തരം: അസത്യവാദിയാക്കുന്നു. 1 യോഹന്നാൻ 1 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം: നിങ്ങൾ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം എങ്ങനെയാണ് മിണ്ടാതാക്കേണ്ടത്? ഉത്തരം: നന്മ ചെയ്തുകൊണ്ട്. 1 പത്രോസ് 2 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം: നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നത് ആരെല്ലാമാണ്? ഉത്തരം: സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും. യൂദയുടെ ലേഖനം 7 വാക്യം. അടുത്ത ചോദ്യം: ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം: ശണ്ഠ ജനിപ്പിക്കുന്നു. 2 തിമോത്തി 2 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം: ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്നു തന്നെയാണ്. ആരുടെയൊക്കെയാണ്? ഉത്തരം: ആത്മാവ്, ജലം, രക്തം. 1 യോഹന്നാൻ 5 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം: അധ്യക്ഷൻ ദൈവത്തിൻ്റെ ആരാകുന്നു? ഉത്തരം: ഗ്രഹവിചാരകൻ. തീത്തോസിൻ്റെ ലേഖനം 1 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം: നീതിമാൻ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്? ഉത്തരം: പ്രയാസേന. 1 പത്രോസ് 4 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം: വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് ആരാണ്? ഉത്തരം: സ്ത്രീ അല്ലെങ്കിൽ ഹൗവ. 1 തിമോത്തിയോസ് 2:14. അടുത്ത ചോദ്യം: ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണേണ്ടത് ആരെയാണ്? ഉത്തരം: നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. 1 തിമോത്തി 5:17. അടുത്ത ചോദ്യം: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം ആരെ വഞ്ചിക്കുന്നു? ഉത്തരം: നമ്മെ തന്നെ വഞ്ചിക്കുന്നു. 1 യോഹന്നാൻ 1:8. അടുത്ത ചോദ്യം: ശുശ്രൂഷകന്മാർ എങ്ങനെയുള്ളവർ ആകരുത്? ഉത്തരം: ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും ആകരുത്. 1 തിമോത്തിയോസ് 3:8. അടുത്ത ചോദ്യം: രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത് ആർക്കാണ്? ഉത്തരം: സകല മനുഷ്യർക്കും. തീത്തോസിൻ്റെ ലേഖനം 2 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം: അല്പ പ്രയോജനം ഉള്ളത് എന്താണ്? ഉത്തരം: ശരീരാഭ്യാസം. 1 തിമോത്തിയോസ് 4:8. അടുത്ത ചോദ്യം: ദൈവം അവർക്ക് ഫോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആർക്കാണ്? ഉത്തരം: സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക്. 2 തെസ്സലോനിക്കർ 2 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം: ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം എന്താണ്? ഉത്തരം: മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കൊലോസ്യ ലേഖനം 1 അധ്യായം 27 വാക്യം. അടുത്ത ചോദ്യം: ആരെയാണ് ധൈര്യപ്പെടുത്തേണ്ടത്? ഉത്തരം: ഉൾക്കരുത്തില്ലാത്തവരെ. 1 തെസ്സലോനിക്കർ 5 അധ്യായം 14 വാക്യം.
അടുത്ത ചോദ്യം, അതിൻ്റെ പാതയിൽ മരണം ഇല്ല, ഏതിൻ്റെ പാതയിലാണ്? ഉത്തരം നീതിയുടെ. സദൃശ്യവാക്യം 12-ാം അധ്യായം 28-ാം വാക്യം. അടുത്ത ചോദ്യം, അതിൻ്റെ വക്രതയോ മനോവ്യസനം ഏതിൻ്റേതാണ്? ഉത്തരം നാവിൻ്റെ. സദൃശ്യവാക്യം 15-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, എന്താണ്? ഉത്തരം യഹോവയുടെ സാക്ഷ്യം. സങ്കീർത്തനം 19-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, എന്താണ്? ഉത്തരം ജ്ഞാനം. സദൃശ്യവാക്യം 4-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, അതിനെ ഒന്ന് തൊടുക, പോർ തിട്ടം എന്ന് ഓർത്തുകൊള്ളുക, എതിനെയാണ്? ഉത്തരം മഹാനക്രത്തെ. യോബിൻ്റെ പുസ്തകം 41-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, അതിൻ്റെ അസ്ഥികൾ ചെമ്പു കുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു, ഏതിൻ്റെ? ഉത്തരം നദീഹയം. യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 15-18 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അത് നിൻ്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും, ആര് ആരോട് പറഞ്ഞു? ഉത്തരം പ്രഭുക്കന്മാരും ഭൃത്യന്മാരും ദാവീദിനോട്. 2 ശമൂവേൽ 19-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല, ഏതാണ്? ഉത്തരം ജഡത്തിൻ്റെ ചിന്ത. റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അതവർക്ക് കടവുമാകുന്നു, ഏതാണ്? ആർക്കാണ്? ഉത്തരം ധർമ്മോപകാരം മക്കെദോന്യയിലും അഖായയിലുമുള്ളവർക്ക്. റോമാലേഖനം 15-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു, ഏതാണ്? ആർക്കാണ്? ഉത്തരം ജഡത്തിൽ ഒരു ശൂലം, പൗലോസിന്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അത് അത്യുത്തമമല്ലോ, ഏതാണ്? ആർക്കാണ്? ഉത്തരം പൗലോസിന്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ, ഏതിൻ്റെയാണ്? ഉത്തരം സിയോൻ്റെ. സങ്കീർത്തനങ്ങൾ 48-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, അത് അവന് നീതിയായി കണക്കിട്ടു, ആർക്കാണ്? എന്താണ്? ഉത്തരം ദൈവം അബ്രഹാമിന്. അവൻ്റെ വിശ്വാസം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറയുന്നു, ഏതിൻ്റെയാണ്? ഉത്തരം
ഭൂമിയുടെ. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം. അതിൻ്റെ തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള മൂടിയുമിട്ടു ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു. ആരാണ് പുതപ്പിച്ചത്? എന്തിനെയാണ് പുതപ്പിച്ചത്? ഉത്തരം മീഖൾ ഒരു ബിംബത്തെ. 1 ശമൂവേൽ 19-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം. അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. ഏതിൻ്റെയാണ്? ഉത്തരം പാപത്തിൻ്റെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.